രാജസ്ഥാനിലെ ബിൽവാര ജില്ലയിലെ കരേഡയിൽ മൊബൈൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിചിത്രമായ കവർച്ചാ പരമ്പര വ്യവസായികൾക്കിടയിലും നാട്ടുകാരിലും വലിയ അമ്പരപ്പും ആശങ്കയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കരേഡയിലെ പ്രമുഖ സ്ഥാപനമായ മതേശ്വരി മൊബൈൽ ഷോപ്പിൽ അർദ്ധരാത്രിയോടെ അതിക്രമിച്ച് കയറിയ മോഷ്ടാക്കൾ തങ്ങളുടെ അടയാളങ്ങൾ ഒളിപ്പിച്ചു വെക്കാനും പോലീസിനെ വെട്ടിക്കാനുമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖസാദൃശ്യമുള്ള പ്ലാസ്റ്റിക് മുഖംമൂടിയാണ് ധരിച്ചിരുന്നത്. വളരെ ആസൂത്രിതമായി എത്തിയ ഈ കവർച്ചാ സംഘം താഴത്തെ പ്രധാന വാതിലുകൾ തകർത്താൽ ആളുകളുടെ ശ്രദ്ധയിൽ പെടുമെന്ന് മനസ്സിലാക്കി കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് കയറുകയും ടെറസിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ഗോവണിയുടെ പൂട്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് തകർത്ത് അകത്ത് കടക്കുകയുമായിരുന്നു. തുടർന്ന് കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന വില കൂടിയ സ്മാർട്ട് ഫോണുകൾ മുഴുവൻ ചാക്കുകളിലാക്കി ഇവർ കടന്നുകളഞ്ഞു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ കട തുറക്കാനെത്തിയ ഉടമ ലക്ഷ്മൺ സെൻ ആണ് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലും മൊബൈലുകൾ നഷ്ടപ്പെട്ടതായും കണ്ട് മോഷണ വിവരം ആദ്യം അറിയുന്നത്. വിപണിയിൽ ഏകദേശം 4 മുതൽ 5 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന 30ഓളം പുതിയ സ്മാർട്ട് ഫോണുകളാണ് ഈ ഒറ്റ രാത്രി കൊണ്ട് കള്ളന്മാർ അപഹരിച്ചത്. ഉടമ ഉടൻ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കരേഡ പോലീസ് സ്റ്റേഷൻ ഓഫീസർ പുരമൽ മീനയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കടയ്ക്കുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇരുട്ടിൽ ടോർച്ച് വെളിച്ചത്തിന്റെ സഹായത്തോടെ പ്രധാനമന്ത്രിയുടെ മാസ്ക് ധരിച്ച ഒരു വ്യക്തി ഫോണുകൾ മോഷ്ടിക്കുന്ന വിചിത്രമായ രൂപം കാണുന്നതും ഉദ്യോഗസ്ഥരും കടമകളും ഒരുപോലെ ഞെട്ടിയതും. പോലീസ് നടത്തിയ കൂടുതൽ അന്വേഷണത്തിൽ ഇതേ കവർച്ചാ സംഘം ഇതേ രീതിയിൽ തന്നെ കരേഡയിലെ സീഡ്ഗോൺ ജംഗ്ഷന് സമീപത്തുള്ള സൻവരിയ മൊബൈൽ ഷോപ്പ് എന്ന കടയിലും സമാനമായ രീതിയിൽ മോഷണ ശ്രമം നടത്തിയതായി കണ്ടെത്തിയത്. അവിടെയും ഷട്ടറിന്റെ പൂട്ട് തകർക്കാൻ ശ്രമിക്കുന്ന പ്രതിയുടെ മുഖത്ത് ഇതേ മോദി മാസ്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരേ വേഷത്തിൽ പ്രതികൾ എത്തിയത് മോഷണ പരമ്പരയ്ക്കുള്ള വ്യക്തമായ ആസൂത്രണത്തിന്റെ ഭാഗമായാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. പ്രധാനമന്ത്രിയുടെ മുഖംമൂടി ധരിച്ചെത്തിയ കള്ളന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തുടർച്ചയായി മൊബൈൽ ഫോണുകൾ ലക്ഷ്യമിട്ട് നടക്കുന്ന ഇത്തരം കവർച്ചകൾ തങ്ങളുടെ വ്യാപാരത്തെ ബാധിക്കുമെന്ന ഭയത്താൽ പ്രദേശത്ത് രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് വ്യാപാരികൾ ഒന്നിച്ച് ആവശ്യപ്പെടുന്നത്. നിലവിൽ പോലീസ് ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്തു. CCTV ദൃശ്യങ്ങളിലെ പ്രതികളുടെ ശാരീരിക പ്രകൃതിയും അവർ സഞ്ചരിച്ച വഴികളും കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജ്ജമാക്കിയിരിക്കുകയാണ്.